ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ലോറിയുടമ മനാഫിനെ പോലെ ഇത്രയും ഗതികെട്ട ഒരു മനുഷ്യൻ ഈ ഭൂലോകത്തുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ലോറിയുടമ മനാഫിന്റെ കൂടെ ജനങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 3.5 ലക്ഷത്തോളം ആളുകൾ ഒറ്റ രാത്രി കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് 3.5 ലക്ഷത്തോളം ആളുകൾ മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ അംഗങ്ങളായി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഒരു പക്ഷേ മലയാള യൂട്യൂബ് ചാനലുകളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ അർജുന്റെ ചാനലാണ് ഇത്ര പെട്ടെന്ന് വളർന്നത്. അതിനുശേഷം ഇതുപോലൊരു വളർച്ച ഉണ്ടായിരിക്കുന്നത് നമ്മുടെ മനാഫിന്റെ ലോറിയുടമ എന്ന ചാനലാണ്. എനിവേ, മനാഫിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മനാഫിനെതിരെ വലിയ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു. കലാപാഹ്വാനം വരെ, ഒരുപക്ഷെ 6 വർഷം വരെ ശിക്ഷ കിട്ടാൻ പറ്റുന്ന ജാമ്യമില്ലാ വകുപ്പാണെന്ന് എനിക്കറിയില്ല, അതിനും സാധ്യതയുണ്ട്. എനിവേ, കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ചുള്ള FIR ആണ് ഇട്ടിരിക്കുന്നത്. എന്തുമാത്രം ഈ കേസിനൊരു നിലനിൽപ്പുണ്ടാവുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഇതുപോലൊരു അവസ്ഥയിലൂടെ മനാഫ് പോകേണ്ടി വന്നത് നമ്മുടെ മലയാളികൾക്ക് തന്നെ നാണക്കേടാണ്, ഏറ്റവും നാണക്കേട്. മനാഫിനെതിരെ പ്രധാനമായും കേസ് കൊടുത്തിരിക്കുന്നത് അർജുന്റെ പെങ്ങളാണ് കേസ് കൊടുത്തിരിക്കുന്നത്. സോ ആ ന്യൂസ് കണ്ടതിന് ശേഷം കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് അതിലേക്ക് പോകാം. അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിൽ മനാഫിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. കലാപാഹ്വാനത്തിനാണ് ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. FIRന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിനു പിന്നാലെ സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോഴും മനാഫിനെ സപ്പോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു, അതായത് ഇത്രയും അധികം സപ്പോർട്ട് മനാഫിന് കിട്ടുമ്പോഴും നമ്മുടെയൊക്കെ കമന്റ് ബോക്സുകളിൽ മനാഫ് കള്ളനാണ്, ഇങ്ങനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ചില കമന്റുകൾ വരുന്നുണ്ട്. അവർക്കുള്ള മറുപടി, നിലവിൽ മനാഫ് തെറ്റുകാരനാണെന്ന് എവിടെയും ഒരു തെളിവുകൾ ആരും കൊണ്ടുവന്നിട്ടില്ല. ആരോപണങ്ങൾ മാത്രമാണ്. നിലവിൽ ഒരു തെളിവുകളും മനാഫിനെതിരെ കൊണ്ടുവന്നിട്ടില്ല. ഈ പറയുന്ന കലാപം ഉണ്ടാക്കി എന്ന് പറയുന്നു, എന്തെങ്കിലും ഒരു വോയിസ്, എന്തെങ്കിലും ഒരു മെസ്സേജുകൾ, ചാറ്റുകൾ, എന്തെങ്കിലും ഒരു എവിഡൻസ് എന്തുകൊണ്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല മനാഫ് അത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടതിന്റെ? കടുപ്പിക്കുകയാണോ? ഈ ചേവായൂർ പോലീസിന് എന്ത് പരാതിയാണ് കുടുംബം കൊടുത്തിരിക്കുന്നത്? കലാപാഹ്വാനം അടക്കമുള്ള വളരെ ഗുരുതരമായ വകുപ്പുകൾ ചേർക്കണമെങ്കിൽ ആ പരാതിയിൽ അത് ഉണ്ടാകണമല്ലോ. എന്ത് കലാപാഹ്വാനമാണ് മനാഫ് നടത്തിയതെന്നാണ് കുടുംബം പറയുന്നത്? അഭിലാഷ്. അരുൺകുമാർ, സമാനതകളില്ലാത്ത ഒരു ദൗത്യം പൂർണ്ണ വിജയത്തിലെത്തിയപ്പോൾ അതിനുശേഷമുണ്ടായ വിവാദങ്ങളൊക്കെ കേരള സമൂഹം ഒട്ടും ആഗ്രഹിക്കുന്ന തരത്തിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബം മനാഫിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ അർജുന്റെ കുടുംബത്തിനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. ഇതിന് ശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ മനാഫ് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കുകയും അർജുന്റെ കുടുംബത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള, അതായത് ഈ കേസിൽ ഉടനീളം വാർത്തകൾ ചെയ്ത അരുൺകുമാർ പോലും ചോദിക്കുന്നത് എന്ത് കലാപ ആഹ്വാനമാണ് മനാഫ് നടത്തിയെന്നാണ്. ശ്രദ്ധേയമായ ചോദ്യമാണ്. നമ്മൾ ഇതുവരെ പബ്ലിക്കലി മനാഫ് എന്തെങ്കിലും തരത്തിൽ ഒരു കലാപാഹ്വാനം നടത്തിയതായി കണ്ടിട്ടില്ല. മനാഫ് പറഞ്ഞ എന്താണെന്ന് കേൾക്കാം. സ്പർദ്ധ കലാപാഹ്വാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കൂലേ. ഞാൻ മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല. യോജിപ്പിക്കുകയാണ്. അതായത് നമ്മൾ നമ്മൾ ആദ്യം മുതലുള്ള കാര്യമാണ്. ഇതൊരു എന്താ പറയുക, കമ്മ്യൂണൽ ഇഷ്യൂവിലേക്കോ അങ്ങനത്തെ പോയതെന്ന് തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു. ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ, അറിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇനി എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു FIR ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ ഇപ്പം ചെയ്യുക? ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത്, അവരാരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ്, ഒരിക്കലും ഓലെ ആക്രമിക്കരുത്, ഓർക്കെതിരെ ഒരു കമൻ്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്ത് പ്രതികരണം അപ്പം ഞാൻ ഇവർക്ക് എതിരെ പറഞ്ഞത്? ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത്. ഇവിടെ മനാഫിന്റെ ഭാഷ്യം ഇതാണ്. അതായത് പൊതുസമൂഹത്തിനോട്, പബ്ലിക്കായി ജനങ്ങളോട് മനാഫ് സംവദിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നും ഒരു കലാപാഹ്വാനമില്ല. അർജുന്റെ ഫാമിലിയിലെ അംഗങ്ങളുടെ സംസാരമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനാഫിന്റെ സംസാരത്തിൽ വളരെയധികം ലാളിത്യമുണ്ട്. മനാഫ് വളരെ എളിമയുള്ള ഒരാളാണ്. അതുപോലെ തന്നെ മനാഫ് വളരെ ദൈവീകമുള്ള ഒരാളാണ്. മനാഫ് ഒരു തരത്തിലും ഒരു മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം ഇവിടെ എങ്ങും സംസാരിക്കുന്നതായി കാണാൻ കഴിയുന്നില്ല. പൊതുസമൂഹത്തോട് മനാഫ് ഒന്നും പറഞ്ഞാൽ കാണാൻ കഴിയുന്നില്ല. ഇനി എവിടെയെങ്കിലും മനാഫ് അത്തരം കാര്യങ്ങൾ ചെയ്തു എന്ന് ഇവർ ആരോപിക്കുന്നുണ്ടെങ്കിൽ അത്തരം വീഡിയോകൾ, അത്തരം പ്രൂഫുകൾ ഇവർ കൊണ്ടുവരട്ടെ. തീർച്ചയായും അങ്ങനെ വരുവാണെങ്കിൽ ഈ മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും പിന്തിരിയും.
മനാഫിനെ അവർ തള്ളി പറയും. കാരണം ഏതെങ്കിലും തരത്തിൽ അർജുന്റെ ഫാമിലിയെ ഉപദ്രവിക്കണം, മതസ്പർദ്ധ വളർത്തണം, അളിയൻ ഇതേപോലെ സംഖ്യ ആയതുകൊണ്ട് അവനെ നമുക്ക് ഇല്ലാതാക്കണം, അത്തരം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വാട്സപ്പ് ചാറ്റിലെങ്കിലും മനാഫ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും മനാഫ് എന്താണെന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കും. ഇവിടെ മനാഫിനെതിരെ, അതായത് 72 ദിവസത്തോളം ഊണും ഉറക്കവും കളഞ്ഞ് അവിടെ പോയി കിടന്ന ഈ ലോറി കണ്ടെത്താനും അർജുന് വേണ്ടി കുടുംബക്കാരെക്കാൾ കൂടുതൽ മുന്നിട്ട് നിന്ന മനസ്സിലാക്കണം. അതായത് ഒരു കിട്ടിയപ്പോൾ മനാഫ് കരഞ്ഞ കരച്ചിൽ മനാഫിന്റെ അഭിനയമാണെന്ന് പറഞ്ഞു. എന്നാൽ അത്തരം ഒരു കരച്ചിൽ അർജുന്റെ ഫാമിലിയിൽ നിന്ന് പോലും ഒരു അംഗത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടില്ല. അഭിനയമാണെങ്കിൽ പോലും കണ്ണിൽ നിന്ന് കണ്ണീര് വരണം കരയണമെങ്കിൽ. അവിടെ ഗ്ലിസറിൻ തേച്ചല്ല മനാഫ് കരഞ്ഞത്. സോ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെ ആത്മാർത്ഥമുള്ള ഒരു വ്യക്തിയാണ്. മനാഫ് എന്ന് പറയുന്ന വ്യക്തിയിൽ ഒരുപക്ഷെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടാവാം. മനാഫിൽ കള്ളത്തരം ആരോപിക്കുന്നുണ്ട്. മനാഫ് ഈ സിറ്റുവേഷൻ യൂസ് ചെയ്യുന്നു പറയുന്നു, യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറയുന്നു. എന്ത് തെറ്റാണ് അതിലുള്ളത്? യൂട്യൂബ് ചാനൽ വഴി ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തെങ്കിലും ആഹ്വാനങ്ങൾ നടന്നു? അവിടെ ഈ ദിവസങ്ങളിലൊന്നും ഒരു വീഡിയോ പോലും വന്നിട്ടില്ല, ഒരു പോസ്റ്റ് പോലും വന്നിട്ടില്ല. ഇവിടെ അർജുന്റെ ഫാമിലിക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്താണ്? അർജുന്റെ ഫാമിലി നടത്തിയ പല സ്റ്റേറ്റ്മെന്റുകളും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ജനങ്ങൾ ചെയ്തവരുണ്ടായി, അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടായി. കാണുന്ന പ്രേക്ഷകരിൽ ധാരാളം വർഗീയ ധ്രുവീകരണം നടത്തുന്ന, മതസ്പർദ്ധ വളർത്തുന്ന ധാരാളം ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർ ഇടുന്ന കമന്റുകൾക്ക് എങ്ങനെയാണ് മനാഫ് ഉത്തരവാദിത്വം വഹിക്കുക? അവരുമായിട്ട് ആരോടെങ്കിലും മനാഫിന് നേരിട്ട് കോൺടാക്ട് ഉണ്ടോ? മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും വിജയുടെയും രജനീകാന്തിന്റെയും ഒക്കെ ഫാൻസുകൾ നടത്തുന്ന പേക്കൂത്തിന് എല്ലാത്തിനും അവർ ഉത്തരം പറയാൻ പറ്റുമോ? ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അനുകൂലികൾ നടത്തുന്ന പേക്കൂത്തുകൾക്കും കൊലപാതകങ്ങൾക്കും മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഇവിടെ എങ്ങനെയാണ് മനാഫിനെതിരെ കേസ് എടുക്കാൻ സാധിക്കുക? സൈബർ അറ്റാക്ക് നടത്തുന്നത് മനാഫാണെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ദൈവദോഷമല്ലേ ഇത്? ഇതിനും വലിയ ക്രൂരത ഈ മനുഷ്യനോട് ചെയ്യാനുണ്ടോ? ഇങ്ങനെയാണോ മനാഫിനെ ഈ വിഷയത്തിൽ നേരിടുന്നത്? ഇത്രയും അധികം നന്ദിയേട് കാണിക്കാൻ ആർക്കാണ് കഴിയുക? ചെയ്യാൻ കഴിയില്ല. എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്ത് പ്രതികരണം അപ്പം ഞാൻ ഇവർക്ക് എതിരെ പറഞ്ഞത്? ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത്. അവരെന്നെ ഇപ്പം എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ. ഇന്നലത്തോട് കൂടിയിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇവനെ കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു. ഇല്ല, മാതൃകാപരമായ സമാനതകളില്ലാത്ത ഒരു ദൗത്യത്തിൻ്റെ പിന്നാമ്പുറത്ത് ഇത്തരം സംഭവങ്ങളാണ് നടക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? ഇത്രയും അധികം ഗതികേട്, ഇത്രയും മോശപ്പെട്ട ഒരവസ്ഥ ഇനി ആർക്കും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ഇതായിരിക്കും വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുടുംബത്തിന് അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് എന്ന് ഇന്നലെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പേർക്കെതിരെ FIR എടുക്കുമെന്നുള്ള കാര്യം കൂടി ACP വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നിരവധി അക്കൗണ്ടുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അപകീർത്തികരമായ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മനാഫിനെതിരെ ആദ്യമായി FIR ചാർജ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അർജുന്റെ കുടുംബത്തിന്റെ നിരന്തരമായുള്ള ഒരു ആവശ്യമായിരുന്നു ഈ സേവ് അർജുൻ ഫോം ഇലക്ഷൻ കമ്മിറ്റി. അഭിലാഷ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ, ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ മനാഫ് എന്ന നിലയിലുള്ള പരാതിയാണോ കുടുംബം കൊടുത്തത്? കാരണം കലാപാഹ്വാനമൊക്കെ ചുമത്തണം. ആ പ്രതികരണങ്ങൾ എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി ജനങ്ങൾ കേട്ടതാണ്. അതിൽ ഏത് പ്രതികരണങ്ങളാണ് കുടുംബത്തിന് അപകീർത്തി ഉണ്ടാവുന്നത്? മനാഫ് പറഞ്ഞ ഏത് കാര്യമാണ് കുടുംബത്തിന് അപകീർത്തി ഉണ്ടാവുന്നത്? അങ്ങനെയെങ്കിൽ ഇത്രയും അധികം ജനങ്ങൾ എങ്ങനെ മനാഫിനെ സപ്പോർട്ട് ചെയ്യും? ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുക. ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാ പറയുന്നത്? ഈ അക്കൗണ്ടുകളൊക്കെ പൂട്ടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ കമന്റ് ഇട്ടവരെ ശിക്ഷിക്കാൻ സാധിക്കുമോ? ഇത് ജനരോഷമാണ് ആളെ കത്തിയിരിക്കുന്നത്. മനാഫിനെ സപ്പോർട്ട് ചെയ്ത ഈ 3.5 ലക്ഷം ആളുകൾ, ഈ സംഭവം കത്തിത്തീർന്നിട്ടും 3.5 ലക്ഷം ആളുകൾ പൊടുന്നനെ സോഷ്യൽ മീഡിയയിൽ മനാഫിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, മനാഫിന്റെ ഭാഗത്ത് അല്പം ശരികളുണ്ട്. മനാഫ് ഒരുപക്ഷെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ മെജോറിറ്റി ആൾക്കാർ എന്തുകൊണ്ട് മനാഫിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ മനാഫ് തെറ്റുകൾ ചെയ്തതായിട്ട് നമുക്കൊന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല, തെളിവുകളില്ല. അത്തരം തെളിവുകൾ കൊണ്ടുവന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായി. ഈ പറഞ്ഞ മനാഫിനെ പോലൊരു വ്യക്തിയെ ഇത്രയും നീചമായ വകുപ്പുകൾ ചുമത്തി ഇത്രയും മോശമായ രീതിയിൽ സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കുന്ന അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മീഡിയക്കാരെ ബേസ് ചെയ്യുന്നത്. ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. സൈബർ അറ്റാക്ക് ആണെങ്കിൽ എന്തെല്ലാം സൈബർ അറ്റാക്കാണ് ഈ മനാഫിനെതിരെ ഉണ്ടായത്? കഞ്ചാവ് കടത്തുന്നു, മനുഷ്യ കടത്തുന്നു, ആയുധങ്ങൾ കടത്തുന്നു, തീവ്രവാദി, എന്തെല്ലാം ആരോപണങ്ങൾ മനാഫിനെതിരെ ഉണ്ടായി. എന്നിട്ട് മനാഫ് ഈ ഉദ്യമത്തിൽ നിന്ന് വിട്ടുനിന്നോ? അതായത് ലോറിക്ക് വേണ്ടി 70 ദിവസം അവിടെ നിന്നോണ്ടാണ് മനാഫിനെ ഇങ്ങനെ ആരോപണങ്ങൾ പറഞ്ഞത്. മനാഫിനെ ആൾക്കാർ സംശയിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ മനാഫിനെ അവഹേളിച്ചില്ലേ? മനാഫ് അത് മൈൻഡ് ചെയ്തോ? ഈ സൈബർ അറ്റാക്കിനെ നേരിട്ട് അതിന്റെ പുറകെ നടന്ന് കേസ് കൊടുക്കലല്ല, ആ അവജ്ഞയോട് അത് തള്ളിക്കളയുകയാണ്. കാലക്രമേണ പാടെ സൈബർ അറ്റാക്ക് ഇല്ലാതാവും. അത് മനസ്സിലാക്കാതെ ഇതുപോലെ വലിയ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടുക, അമ്മയുടെ മീറ്റിംഗ് പോലെ 5-6 പേര് നിരന്നിരിക്കുക, ഒരു ഉറപ്പുമില്ലാതെ വാർത്താ സമ്മേളനം നടത്തുക. എന്തായിരുന്നു വാർത്താ സമ്മേളനത്തിന്റെ ആവശ്യം? മനാഫിനെ വീട്ടിൽ വിളിച്ചിരുത്തി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി 2 പേരോട് ഒരുമിച്ച് ഒരു ധാരണയിലെത്തുക. അത് മതിയായിരുന്നല്ലോ. എന്തിനാണ് വാർത്താ സമ്മേളനം? എന്തിനായിരുന്നു? ഇതുപോലെ കേസ് കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഈ കേസ് കൊടുത്തെന്നുള്ള കാര്യം പുറത്തെങ്ങനെയാണ് അറിഞ്ഞത്? വാർത്താ സമ്മേളനത്തിന് ആവശ്യം വന്ന എന്തിനാണ്? മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റ് പറ്റിയിരിക്കുന്ന അർജുന്റെ ഫാമിലിക്ക് തന്നെയാണ്. അർജുന്റെ ഫാമിലിയാണ് ഇരുന്നിടം മുറിച്ചുകൊണ്ടിരുന്നത്.
അത് തന്നെയാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവ്. ആ പിഴവ് നിരത്തി മുന്നോട്ട് പോയാൽ മാത്രമേ സൈബർ അറ്റാക്ക് മാറത്തുള്ളൂ. അല്ലാതെ എവിടെയും കേസ് കൊടുത്തിട്ട് സൈബർ അറ്റാക്ക് മാറുമെന്ന് ഒരിക്കലും ഞാൻ കരുതുന്നില്ല. സൈബർ അറ്റാക്ക് കൂടാൻ മാത്രമേ അതുകൊണ്ട് സാധിക്കത്തുള്ളൂ. മനാഫിനെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുകയും കേസ് കൊടുക്കുകയും ചെയ്യുവാണെങ്കിൽ മനാഫ് വീണ്ടും വളരും, സംശയമില്ലാത്ത കാര്യമാണ്. മനാഫിനെ വളർത്താനുള്ള ഒരു വളമായി ഇത് മാറുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം വിട്ട് നന്ദികേട് കാണിക്കാതെ യുക്തിപരമായി ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതാണ് അർജുന്റെ ഫാമിലിക്ക് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് നേരിട്ടുണ്ടാവാം, വലിയ രീതിയിലുള്ള അവഹേളനം ഉണ്ടായിട്ടുണ്ടാവാം, ഈ ഒരു സിറ്റുവേഷൻ വലുതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവാം എന്ന് കരുതി അതുകൊണ്ടൊന്നും അർജുന്റെ ഫാമിലിക്ക് വലിയ രീതിയിലുള്ള ത്രെട്ട് അതൊന്നും ആയി എന്ന് ഞാൻ കരുതുന്നില്ല. മനാഫിന്റെ വശത്ത് ഗൂഢാലോചന ഉണ്ടായി, മനാഫിന്റെ ആളുകൾ ഗൂഢാലോചന നടത്തിയെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഗൂഢാലോചന ഉണ്ടായിരിക്കുന്ന മനാഫിന്റെ വശത്തല്ല, അർജുന്റെ വീട്ടിലാണ് ഗൂഢാലോചന ഉണ്ടായിരിക്കുന്നത്. ഈ ഫാമിലിയെ ആരൊക്കെ വന്ന് ഗൂഢാലോചന നടത്തി തെറ്റിദ്ധരിപ്പിച്ചു, അതായത് മനാഫിനെതിരെ തിരിയണമെന്ന് ഇവർ തെറ്റിദ്ധരിപ്പിച്ചു. ഇവിടെ വലിയ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചത് മറ്റാരുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അർജുന്റെ വീട് സന്ദർശിച്ച ഇവരുമായി ബന്ധപ്പെട്ട ചില ആളുകളാണ് ഇവിടെ ഗൂഢാലോചന നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അല്ലാതെ മനാഫ് ഗൂഢാലോചന നടത്തിയതായി യാതൊരു തെളിവുകളും ഇതുവരെ കിട്ടിയിട്ടില്ല. സോ തീർച്ചയായും മനാഫ് ഇപ്പോൾ നേരിടുന്ന ഈ ആക്രമണത്തിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൽ ചില പ്രധാന ആളുകളെ നമുക്ക് സംശയമുണ്ട്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ പുറത്തു വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കൂടുതൽ അർജുന്റെ ഫാമിലി അപമാനിതരാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മറികടക്കണമെങ്കിൽ തീർച്ചയായും ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോവുക, നന്ദികേട് കാണിക്കാതിരിക്കുക. തീർച്ചയായും അർജുന്റെ ഫാമിലിയെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല, അവരുടെ വികാരം മനസ്സിലാക്കുന്നു. പക്ഷേ അറിവില്ലായ്മയും മണ്ടത്തരവും ഒരാൾക്കും ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.